ജിയോ ഹോട്ട്സ്റ്റാറിൽ നിന്ന് പുറത്തിറങ്ങിയ ഏറ്റവും പുതിയ മലയാളം സീരീസാണ് ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ. നീരജ് മാധവൻ, അജു വർഗീസ്, ഗൗരി എന്നിവരൊക്കെയാണ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. ഒരു 6 എപ്പിസോഡുള്ള ഒരു മിനി സീരീസ് എന്ന് തന്നെ പറയാൻ സാധിക്കും. മലയാളത്തിൽ അങ്ങനെ പൊതുവെ സീരീസുകൾ വരാറില്ല, എന്നാൽ വന്ന കുറച്ച് സീരീസുകളൊക്കെ ഗംഭീര അഭിപ്രായങ്ങളൊക്കെ നേടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഈ സീരീസ് എങ്ങനെയുണ്ട് എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാൻ പോകുന്നത്. എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ടു ഷിനുമോഷ. ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ രജപുത്ര വിഷ്വൽ മീഡിയ ആണ് ഇതിനെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. എം രഞ്ജിത്ത്, നമ്മുടെ തുടരും എന്ന് പറയുന്ന ലാലേട്ടൻ്റെ ഏറ്റവും പുതിയ സിനിമയുടെ പ്രൊഡ്യൂസറായിട്ടുള്ള, ഫേമസ് പ്രൊഡ്യൂസറായിട്ടുള്ള എം രഞ്ജിത്താണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഗോപി സുന്ദറാണ് ഇതിന്റെ മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്നത്. വിഷ്ണു വി രാഘവാണ് ഇതിന്റെ റൈറ്റിംഗും ഡയറക്ഷനും കൈകാര്യം ചെയ്തിരിക്കുന്നത്. അർജു ബെൻ ആണ് ഇതിന്റെ എഡിറ്റ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. അജയ് ഡേവിഡ് കാച്ചപ്പള്ളിയാണ് ഇതിന്റെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത്. നീരജ് മാധവൻ, അജു വർഗീസ്, ഗൗരി എന്നിവരൊക്കെയാണ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. ട്രെയിലർ കണ്ടിട്ടുള്ളവർക്കറിയാം, ഒരു വീട് പണിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വീട് പണിയണം എന്നുള്ളൊരു ആഗ്രഹവും അതിൻ്റെ കൂട്ടത്തിൽ ഒരു ലവ് ട്രാക്കും കാര്യങ്ങളൊക്കെ പോകുന്ന ഒരു നമ്മളൊരു ടിപ്പിക്കലി ഒരു ഫീൽ ഗുഡ് സാധനങ്ങൾ, ഒരു ഫീൽ ഗുഡ് സിനിമകളൊക്കെ കാണുന്ന ആ ചേരുവയിലൊക്കെയാണ് ഇതിൻ്റെ ട്രെയിലറും കാര്യങ്ങളൊക്കെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു പ്രതീക്ഷ തന്നെയാണ് ഞാനിത് കണ്ടു തുടങ്ങുന്നതും. 6 എപ്പിസോഡാണുള്ളത്. ഓരോ എപ്പിസോഡിനും രസകരമായിട്ടുള്ളൊരു പേരുണ്ട്. നമ്മളൊരു വീട് പണി തുടങ്ങുന്ന സമയത്ത് ആദ്യം ഫൗണ്ടേഷൻ ഉണ്ടാവും, അതിനുശേഷം അടുത്ത സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോരോ കാര്യങ്ങൾ പണിത് വെക്കുന്ന പോലെ തന്നെയാണ് ഇതിന്റെ ഓരോ പേരുകളും കൊടുത്തിരിക്കുന്നത്. ട്രെയിലർ സൂചിപ്പിക്കുന്ന പോലെ തന്നെ വീട് പണിയാൻ ആഗ്രഹിക്കുന്ന നീരജ് മാധവനും അവരുടെ ഫാമിലിയും കാര്യങ്ങളൊക്കെ കാണിക്കുകയും അതേ സമയത്ത് തന്നെ നീരജ് മാധവന്റെ ഒരു ലവ് ട്രാക്ക് ആയിട്ടുള്ള ഗൗരിയുമായിട്ടുള്ള ഒരു ലവ് ട്രാക്ക് ഒരു സൈഡിൽ കൂടി ഓടുക. അത് വളരെ രസകരമായ രീതിയിൽ പോകുന്ന സമയത്ത് അജു വർഗീസിന്റെ ഒരു എൻട്രിയും അജു വർഗീസിന്റെ ഒരു കുറച്ച് സ്റ്റോറീസും കാര്യങ്ങളും ഒക്കെ കാണിക്കുക. വളരെയധികം നർമ്മത്തിൽ ചാലിച്ച് ഒരു സീരിയസ് മാറ്ററും സംസാരിച്ച് എന്നാൽ കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള, നമ്മൾ ഈ ഗൗതമന്റെ രഥം എന്നൊക്കെ പറയുന്ന സിനിമയിൽ കണ്ടിട്ടുള്ള പോലെ ഒരു കാറിനോടുള്ളൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടല്ലോ എന്ന് പറയുന്ന പോലെ ഒരു വീടിനോടുള്ള ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് ഇത് കഥ മുമ്പോട്ട് പോകുന്നത്. തുടർന്ന് ഇവരുടെ ലൈഫിൽ എന്ത് സംഭവിക്കുന്നു, ഇവരുടെ പ്രണയം സാഫല്യം വരുന്നുണ്ടോ, അതോ വീട് പണി നടക്കുന്നുണ്ടോ, കംപ്ലീറ്റ് ആവുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളതാണ് ഈ സീരീസ് മുഴുവനായിട്ട് പറയാൻ ശ്രമിക്കുന്നത്. സീരീസ് കണ്ടു തുടങ്ങുന്ന ഒരു മാത്രയിൽ എനിക്ക് വളരെയധികം എൻ്റർടൈനിങ് ആയിട്ടും വളരെ അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. എൻ്റെ അഭിപ്രായമാണിത്. എനിക്കിത് ഫീൽ ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു സൂപ്പർ ഫീൽ തുടങ്ങുകയും എന്നാൽ പിന്നീട് കൈവിട്ടു പോകുന്ന അല്ലെങ്കിൽ ഒരു വലിച്ചിൽ ഫീൽ ചെയ്യുന്ന ഒരു സീരീസ് ആയിട്ട് എനിക്ക് തോന്നി. ഇതിൽ ഏറ്റവും വലിയൊരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ അജു വർഗീസിന്റെ കോമഡി ടൈമിംഗ് ആണ്. ഒരു രക്ഷയില്ല. കുറേ നാളുകൾക്ക് ശേഷമാണ് തോന്നുന്നു അജു വർഗീസിന്റെ ഒരു മുഴുനീള കോമഡി ഒരു സാധനം കാണാൻ സാധിക്കുന്നത്. സൂപ്പറായിട്ട് പുള്ളി ഹാൻഡിൽ ചെയ്തു. ആ പുള്ളിയുടെ ആ ഒരു എക്സ്പീരിയൻസിന്റെ സാധനം ഇതിനകത്ത് കാണാനുണ്ടായിരുന്നു. വളരെ നാച്ചുറലായിട്ട് ഓരോ സിറ്റുവേഷൻസിനെ ഹാൻഡിൽ ചെയ്യുകയും നമുക്ക് ആ ചിരി വരുന്ന രീതിയിൽ അതിനെ പ്രസന്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യാതെ സൂപ്പറായിട്ട് എനിക്ക് തോന്നി. അടുത്തൊരു പോസിറ്റീവ് എന്ന് പറയുന്നത് നീരജ് മാധവന്റെയും ഗൗരിയുടെ ഒരു കോമ്പിനേഷനാണ്. ഒരു നല്ല രസം ഉണ്ടായിരുന്നു. അവരുടെ ഒരു ലവ് ട്രാക്കും കാര്യങ്ങളൊക്കെ പ്രസന്റ് ചെയ്തിരിക്കുന്ന രീതി, അല്ലെങ്കിൽ അതൊരു എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്ന രീതിയൊക്കെ ഒരു രസം ഉണ്ടായിരുന്നു. അവർ തമ്മിലൊരു കെമിസ്ട്രി വർക്കൗട്ട് ആകുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ക്യാരക്ടേഴ്സ് എല്ലാം സൂപ്പർ ആയിരുന്നു. ഒരു നാച്ചുറൽ ഫീൽ ഉണ്ടായിരുന്നു. എവിടേക്കോ കണക്ട് ആകുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു. പല ആൾക്കാരെ നമ്മൾ റിയൽ ലൈഫിൽ കണ്ടിട്ടുള്ള ആൾക്കാർ അതേ ഒരു പ്രതിബിംബം പോലെ തന്നെ നമുക്ക് തോന്നുന്ന രീതിയിലാണ് ഇതിൻ്റെ റൈറ്റിങ്ങും അതിൻ്റെ ഒരു ക്യാരക്ടറൈസേഷനും ഒക്കെ ഉണ്ടായിട്ടിരിക്കുന്നത്. അതൊരു രസമായി. ഒരു വീട് പണിഞ്ഞിട്ടുള്ളവർക്ക് അറിയാം അതിൻ്റെ അകത്തുണ്ടാകുന്ന കുറേ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ, അതൊക്കെ കൃത്യമായിട്ട് എടുത്തു കാണിക്കാനും ഒക്കെ ഇവർ ശ്രമിച്ചിട്ടുണ്ട്. അതൊക്കെ ഓൾമോസ്റ്റ് പാസ്സായി എന്ന് തന്നെ പറയാൻ സാധിക്കും. ഗോപി സുന്ദറിന്റെ മ്യൂസിക്, ഒരു പാട്ട് ഇതിൻ്റെ ഇടയ്ക്ക് വരുന്നുണ്ട്. അത് അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. നല്ലൊരു ഫീല് കൊടുക്കുന്നുണ്ടായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒന്നും അത്ര ഒരു ഗംഭീരമായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷെ ഓവറോൾ ഒരു സീരീസിന് പറ്റിയ രീതിയിലൊക്കെ അതിനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ശരിക്കും അരമണിക്കൂർ ദൈർഘ്യമുള്ള 6 എപ്പിസോഡാണുള്ളത്. ഇതെല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഒരു 3 മണിക്കൂർ വരും. ശരിക്കും പറഞ്ഞ ഒരു സിനിമ, ആ സിനിമനെ മുറിച്ച് ഓരോ പാർട്സ് ആക്കിയിട്ട് പ്രസന്റ് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഒരു സീരീസ് ആയിട്ട് എനിക്കത് അത്ര ഫീൽ ചെയ്തില്ല. ഒരു സീരീസിന്റെ സ്വഭാവം അതിനകത്ത് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതില്ല എന്ന് തന്നെ പറയേണ്ടി വരും. എന്നാൽ ഒരു സിനിമ മുറിച്ച് കാണുന്ന ഒരു ഫീല് കണ്ടിരിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് ഇരുന്ന് കണ്ടു തീർക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ സീരീസാണ് ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ പേര് വളരെയധികം രസകരമായിട്ട് എനിക്ക് തോന്നി. ആദ്യം കേട്ടപ്പോൾ അത്ര സുഖം തോന്നിയില്ലെങ്കിലും ഇത് സീരീസ് കണ്ടപ്പം അതിൽ കുറച്ച് മീനിങ്സ് ഉണ്ട് എന്ന് എനിക്ക് തോന്നി. ആ ലവ് എന്ന് പറയുന്നത് പ്രണയമാണോ അതോ വേറെന്തെങ്കിലോട്ടുള്ള ഒരു ലവ് ആണോ എന്നുള്ളതൊക്കെ സീരീസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും അതെല്ലാം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു നെഗറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തതെന്ന് പറഞ്ഞാൽ സീരീസ് തുടങ്ങിയ സമയത്തൊക്കെ നല്ലൊരു പേസും നല്ലൊരു നർമ്മവും കാര്യങ്ങളും ഒക്കെ വെച്ച് മുമ്പോട്ട് പോയിട്ട് പിന്നീട് ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ ഒരു വല്ലാത്തൊരു വലിച്ചിൽ ഫീൽ ചെയ്തു.
അത് അത്ര സുഖമായിട്ട് എനിക്ക് തോന്നിയില്ല. കുറേ വലിച്ച് ആ ഒരു 6 എപ്പിസോഡ് ആക്കാൻ വേണ്ടി കുറേ കഷ്ടപ്പെടുന്ന പോലെയൊക്കെ തോന്നി. ക്ലൈമാക്സിലേക്കൊന്ന് ലീഡ് ചെയ്ത് കൊണ്ടുപോകാൻ കുറച്ച് സമയം എടുത്തു. ക്ലൈമാക്സ് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും എല്ലാം ടപടപടപ്പാന്ന് പറഞ്ഞിട്ട് അങ്ങ് അടിച്ചു കയറി പോകുന്ന ഒരു സംഭവമായി. അപ്പം അത് മാത്രം എനിക്കൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയുള്ളൂ. അല്ലാത്ത പക്ഷം കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു സീരീസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഗൗതമന്റെ രഥമൊക്കെ സിനിമ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ്, ഒരു കാറിനോടൊക്കെ ഉള്ളൊരു സ്നേഹമൊക്കെ തോന്നുമല്ലോ എന്ന് പറയുന്ന പോലെ ഒരു അത് കൂട്ടൊരു ഫീലൊക്കെ തരുന്ന രീതിയിലുള്ളൊരു സംഭവമാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ പറയാനുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. താല്പര്യമുള്ളവർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ജിയോ ഹോട്ട്സ്റ്റാറിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. താല്പര്യം ഉണ്ടെങ്കിൽ കയറി കണ്ടു നോക്കുക. കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഓൾറെഡി കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മുമ്പോട്ട് കാണാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ കാണട്ടെ. കഴിഞ്ഞ ദിവസം നമ്മുടെ ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂ ചെയ്തിരുന്നു. അതിൽ കമൻസ് ആയിട്ട് വന്നത് മൊത്തം തെറിയായിരുന്നു. എനിക്ക് ആ സിനിമ അത്ര വർക്കൗട്ട് ആയില്ല, അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ചിലപ്പോൾ വർക്കൗട്ട് ആയിട്ടുണ്ടാവാം എന്ന് കരുതിയിട്ട് എനിക്കത് വർക്കൗട്ട് ആവണമെന്ന് നിർബന്ധം പിടിക്കുന്നതിൽ കാര്യമില്ലല്ലോ. അപ്പം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എനിക്ക് നെഗറ്റീവ് കമന്റ് വരുന്നതിന് എനിക്കൊരു പ്രശ്നമില്ല. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും പീസ് ഔട്ട്.